കുക്ക് ടേറ്റ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചക്കക്കുരു സീരീസ് റെസിപ്പി നമ്പർ 3 ആണ് ചെയ്യാൻ പോകുന്നത്. ചക്കക്കുരു ഹൽവ. ഇത് കാണാൻ നല്ല ഭംഗിയില്ലേ, അതേപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ഒട്ടും സമയം കളയാതെ എങ്ങനെയാണ് ചക്കക്കുരു ഹൽവ തയ്യാറാക്കാൻ നമുക്ക് നോക്കിയിട്ട് വരാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലോട്ട് ഏകദേശം 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് 1 കപ്പ് തേങ്ങ ചിരവിയത് ഇട്ട് കൊടുക്കുകയാണ്. തേങ്ങ ചേർക്കണമെന്ന് ഒരു നിർബന്ധമില്ല കേട്ടോ, ഇഷ്ടമുള്ളവർ മാത്രം ചേർത്താൽ മതി. ഇതിൻ്റെ ഇടയിൽ നമുക്ക് തേങ്ങയ്ക്ക് പകരം വേണമെങ്കിൽ നട്ട്സ് പൊടിച്ചിട്ട് ചേർക്കാം. പക്ഷെ ഞാനതൊന്നും ചേർക്കണില്ല. തേങ്ങയുടെ ടേസ്റ്റ് എനിക്കിഷ്ടമായതുകൊണ്ട് ചേർത്തു എന്ന് മാത്രം. കാരണം അവസാനം നമ്മൾ ഹൽവ കഴിക്കുമ്പോൾ അതിലിടയ്ക്ക് നാളികേരം അങ്ങനെ കടിക്കും. അപ്പോൾ അത് ഇഷ്ടമില്ലാത്തവർ ചേർക്കണ്ട, ഇഷ്ടമുള്ളവർ ചേർക്കുക. പിന്നെ ഹൽവ കുറച്ചധികം ദിവസം വെക്കണമെന്നുള്ളവർക്ക് നാളികേരം ചേർക്കണ്ട. കാരണം നാളികേരം ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഹൽവ അധികം ദിവസം ഇരിക്കില്ല. ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ. ഈ ഹൽവ വളരെ ടേസ്റ്റിയാണ്, കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമാവും. നാളികേരം ഒരുപാടിട്ട് വറുക്കേണ്ട ആവശ്യമില്ല. ഒരു 3 മിനിറ്റോളം ഒന്ന് ചൂടാക്കിയെടുത്താൽ മതി. ഇനി ഇതിലേക്ക് 1 കപ്പ് പാല് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ചേർത്ത് കൊടുക്കേണ്ടത് ചക്കക്കുരു പാല് ചേർത്ത് അരച്ചതാണ്. ആദ്യം ചക്കക്കുരു ഒരു കുക്കറിൽ കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായി വേവിക്കണം. ഒരു 6-7 വിസിൽ വരെ വേവിച്ചോളൂ. അതിനുശേഷം അത് തൊലി കളഞ്ഞിട്ട് പുറത്ത് ഹാർഡായിട്ടുള്ള തൊലി മാത്രം കളഞ്ഞിട്ട് അത് മിക്സിയിലിട്ട് കുറച്ച് പാല് ചേർത്ത് അരച്ചതാണ്. ഒരു 12 ചക്കക്കുരുവാണ് ഞാനിപ്പോൾ ഈ ഒരു അളവിന് എടുത്തിട്ടുള്ളത്. ഇത് പാലിൽ കിടന്ന് നന്നായിട്ടൊന്ന് കുക്കായിട്ട് വരണം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നാളികേരം ചേർക്കണമെന്ന് ഒരു നിർബന്ധമില്ല. ഇഷ്ടമില്ലാത്തവർ ചേർക്കണ്ട. ചക്കക്കുരു മാത്രം ഇട്ടിട്ട് തന്നെ ഹൽവ ഉണ്ടാക്കുമ്പോഴും നല്ല ടേസ്റ്റാണ്. ആ പാലൊക്കെ നന്നായിട്ട് വറ്റി വരുന്നുണ്ട്. നന്നായിട്ട് പാലെല്ലാം വറ്റിയതിന് ശേഷം നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇതിലോട്ട് ഞാൻ 1 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ മുൻപ് എൻ്റെ ജാമിൻ്റെ റെസിപ്പിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പഞ്ചസാര ചേർത്ത ഉടനെ നല്ല സ്പീഡിലിട്ട് ഇളക്കരുത്. പഞ്ചസാരയുടെ ക്രിസ്റ്റൽസ് നമ്മുടെ നോൺ സ്റ്റിക്ക് പാനാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതിൻ്റെ താഴെ അത് ഉരഞ്ഞിട്ട് അവിടെ സ്ക്രാച്ച് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കാം. കാരണം ചെറിയൊരു സ്ക്രാച്ച് വന്നാൽ കൂടെ നമുക്ക് ആ പാന് പിന്നീട് ഉപയോഗിക്കാൻ പാടില്ല എന്നാണ് പറയണത്. ഈ ചക്കക്കുരു ഹൽവ ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്, പെട്ടെന്ന് തയ്യാറാക്കാം. മാത്രമല്ല നല്ല ടേസ്റ്റിയാണ്. തീർച്ചയായിട്ടും ഒരു വട്ടമെങ്കിലും നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. പഞ്ചസാര ചേർത്ത ഉടനെ ആദ്യം ഒന്ന് നന്നായി ലൂസാവും, പിന്നെ അത് നന്നായിട്ട് കട്ടിയായി വരണം. ഇപ്പോൾ ഒരു 6 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഹൽവ ചെറിയ രീതിയിൽ വെള്ളമൊക്കെ വറ്റി കട്ടിയായിട്ട് വരുന്നുണ്ട്. ഒരു 7-8 മിനിറ്റ് കഴിയുമ്പോൾ ഇതേപോലെ നല്ല കട്ടിയായിട്ട് വരും. അപ്പോൾ നമുക്ക് ഏലക്കായ പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് വേണമെങ്കിൽ ഇച്ചിരി ഫുഡ് കളർ ചേർത്ത് കൊടുക്കാം. ഞാനൊരു ഓറഞ്ച് റെഡ് പൗഡർ ഫുഡ് കളറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു നിർബന്ധമില്ല. ഞാൻ സാധാരണ വീട്ടിൽ അങ്ങനെ ചേർക്കാറില്ല. ചേർക്കുകയാണെങ്കിൽ തന്നെ മഞ്ഞൾപ്പൊടിയാണ് ചേർക്കാറുള്ളൂ. പക്ഷേ ഇതിപ്പോൾ എനിക്ക് ഫോട്ടോ എടുക്കുന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ കളർ ചേർത്തത്. നിങ്ങൾ പരമാവധി കളർ ചേർക്കാതെ അല്ലെങ്കിൽ മഞ്ഞൾപ്പൊടി വെച്ചിട്ടെങ്ങാനും ചെയ്യാം. ഈ ഒരു സമയത്ത് നെയ്യ് അധികം ചേർക്കേണ്ടവർക്ക് ചേർക്കാം. ഞാൻ ചേർത്തിട്ടില്ല. ഞാൻ ആകെ 1 ടേബിൾ സ്പൂൺ നെയ്യാണ് ആദ്യം നാളികേരം വറുക്കുമ്പോൾ മാത്രമേ ചേർത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഡ്രൈ ഫ്രൂട്ട്സ് എന്തെങ്കിലും വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം ഈ ഒരു സമയത്ത്. ഇത് നല്ലൊരു ഓറഞ്ച് റെഡ് കളറാണ് കേട്ടോ. പക്ഷേ ശരിക്കുമുള്ള ആ ഒരു നിറം ഈ വീഡിയോയിൽ ക്ലിയർ ആയിട്ട് കിട്ടുന്നില്ല. ഇതുപോലെ പാനിൽ നിന്ന് വിട്ട് വരുന്ന പാകമാകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം നമ്മുടെ ഹൽവ തയ്യാറായെന്ന്. അപ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇത് ഇങ്ങനെ തന്നെ സെർവ് ചെയ്യാം. നമ്മൾ ക്യാരറ്റ് ഹൽവ, ബീട്രൂട്ട് ഹൽവ ഒക്കെ കഴിക്കുന്ന പോലെ ചെറിയൊരു ഇളം ചൂടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റുമാണ്.
അതെല്ലാം നിങ്ങൾക്ക് പീസായിട്ട് കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലുള്ള ഒരു പാത്രം എടുക്കുക, അതിൽ നെയ്യ് നന്നായിട്ട് തടവിയതിന് ശേഷം ഇത് അതിലോട്ട് മാറ്റിയിട്ട് നമുക്ക് കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല സെറ്റായിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് പീസായിട്ട് മുറിച്ചെടുക്കാം. ഞാനിപ്പോൾ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ പീസായിട്ട് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിൽ വെക്കുന്നത്. നിങ്ങൾ ഇതുപോലെ തന്നെ കഴിച്ചാലും ഒരു കുഴപ്പമില്ല. ശരിക്കും ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് കഴിക്കുന്നതിനേക്കാളും ഏറ്റവും ടേസ്റ്റ് ഒന്ന് തണുപ്പാറിയിട്ട് കഴിക്കുമ്പോഴാണ് കേട്ടോ. ഒരു ഇളം ചൂടോട് കൂടി കഴിക്കുമ്പോഴും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാനിത് ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ട് ഹാർഡായതിന് ശേഷം ഞാൻ കാണിച്ചു തരാം. ഇത് നല്ല തണുത്തിരിക്കുകയാണ്. ഞാനിപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തതാണ്. ഇനി ഇതൊന്ന് മുറിച്ച് കൊടുക്കുമ്പോൾ നല്ല പീസായിട്ട് തന്നെ കിട്ടണമെങ്കിൽ നല്ല ഹാർഡായിട്ടിരിക്കണം. അതുകൊണ്ടാണ് ഞാൻ നന്നായിട്ട് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചത്. പക്ഷേ കഴിക്കാൻ ടേസ്റ്റ് തണുപ്പാറിയതിന് ശേഷമാണ് കേട്ടോ. അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ ചക്കക്കുരു ഹൽവ? അപ്പോൾ എല്ലാവരും ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്തിട്ട് എനിക്ക് ഫീഡ്ബാക്ക് തരണം കേട്ടോ. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്യണം മറക്കരുത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റാ. താങ്ക് യു ഫോർ വാച്ചിങ്.